ഹലോ മക്കളെ, നമ്മളെ SSLC കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും നമ്മളെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ തന്നെയാണ് അല്ലേ. സോ നമുക്കത് ഈ ഒരു ചെറിയ വീഡിയോയിൽ മൊത്തം അതിൽ നിന്ന് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് മൊത്തം പറയാൻ നോക്കാം. ഓക്കെ അല്ലേ. സോ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട കാര്യം ആ ഒരു ഓർഡറാണ് അല്ലേ. ഏത് രീതിയിലാണ് ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം നടക്കുന്നത് എന്ന് നമുക്കറിയണം. സോ അത് മക്കളെ ഈ ഒരു ഓർഡറിലാണ്. അതായത് ആദ്യം 1s ഫില്ലാവുന്നു, പിന്നെ 2s ഫില്ലാവുന്നു, പിന്നെ 2p ഫില്ലാവുന്നു, പിന്നെ 3s, 3p കഴിഞ്ഞ് മക്കളെ 3d ഉണ്ടെങ്കിലും ആദ്യം 4s ഫില്ലായ ശേഷം മാത്രമേ 3dയിലേക്ക് പോകുള്ളൂ അല്ലേ. നമ്മളെ ലൈവിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് അറിയാം, നമ്മൾ പാട്ട് പാടി പഠിച്ചതാണ്. ഏതാ പാട്ട്? ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. നോക്കാം, ആ പാട്ടിൻ്റെ രീതിയിൽ നമ്മൾ ജസ്റ്റ് പഠിച്ചു വെച്ചു. എന്തിനാ? നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു വർഷം മൊത്തം അത് ഓർമ്മ നിൽക്കണ്ടേ? അതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ പഠിച്ചത്. എങ്ങനെയാണ് പഠിച്ചത് മക്കളെ? 1s 2s 2p ആ 3s 3p 4s 3d 4s 3d അല്ലേ. 4s 3d വീണ്ടും 4s 3d അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? പാട്ട് പാടി പഠിക്കുക. എന്തിനാ മക്കളെ 4s 3d വീണ്ടും കൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്യണത്? എടാ 4s 3d എഗെയിൻ 4s 3d അല്ലേ. കാരണം 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തത്? 4s 3d അവസാനം റിപ്പീറ്റ് ചെയ്തത്. പിന്നെ പാട്ടിന് ഒരു സിങ്കും കൂടി വേണ്ടേ? പാട്ടാണ് തോന്നണ്ടേ? സോ അതിന് വേണ്ടി നമ്മൾ എന്താക്കി? അവിടെ അങ്ങനെ നൈസായിട്ട് ഇട്ടു. സോ ആ പാട്ട് പഠിച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോൺഫിഗറേഷൻ എഴുതാം അല്ലേ. പിന്നെ നമുക്കറിയണം എസ് സബ്ഷെല്ലാണോ 1s ആയിക്കോട്ടെ 2s ആയിക്കോട്ടെ 3s ആയിക്കോട്ടെ എസ് ആണോ 2 ഇലക്ട്രോൺസ് ഫില്ലാവും അല്ലേ. നമുക്കറിയാം പി ആണോ 6 എണ്ണം ഫില്ലാവും, ഡി ആണോ 10 ഇലക്ട്രോൺസ് വരെ ഫില്ലാവും, എഫ് ആണോ 14 എണ്ണം വരെ ഫില്ലാവും. നമുക്ക് നോക്കാം അല്ലേ. നോക്കടാ, ആദ്യമായിട്ട് സോഡിയത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എഴുതാൻ പോവുക. അവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്, അഥവാ അതിൽ 11 ഇലക്ട്രോൺസ് ഉണ്ട്. ആദ്യം നമ്മളെ പാട്ട് പ്രകാരം എങ്ങോട്ടേക്ക് പോകണം? 1sലേക്ക് പോകണം. 1sൽ എത്ര എണ്ണം ഫില്ലാവും? 2 എണ്ണം. സോ 1s2, പിന്നെയോ 2s2, പിന്നെയോ 2p6 അല്ലേ. 1s 2s 2p 3s അല്ലേ. 3s എത്ര മക്കളെ? 3sൽ ഒറ്റ ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ 1s2 2s2 3s1 1s2 2s2 സോറി മക്കളെ, ഞാൻ 2p മറന്നുപോയില്ലേ. 1s2 2s2 2p6 3s1 ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓക്കെ, ഇനിയോ പൊട്ടാസ്യം ആണെങ്കിലോ നോക്കടാ 19 എണ്ണം അല്ലേ. 1s2 2s2 2p6 3s2 3p6 ശ്രദ്ധിക്കണേ 3p6 വരെ കുഴപ്പമില്ല. 1s 2s 2p 3s 3p ഞാൻ കേട്ടാ 4sലേക്കാണ് അല്ലേ. 4sലേക്കാണ് മക്കളെ. 4sൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? സംശയം ഉണ്ടോ? വേണ്ട, കൗണ്ട് ചെയ്യടാ. 2 + 2 4 4 + 6 10 10 + 2 12 12 + 6 18 ഇനി ഒരൊറ്റൊന്ന് മാത്രം മതി അല്ലേ. സോ 4s1 എന്ന് വരും. ആരുടെ കോൺഫിഗറേഷനാ? പൊട്ടാസ്യം 19ൻ്റെ കോൺഫിഗറേഷൻ. ശ്രദ്ധിക്കുക, സ്കാൻഡിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പേരും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ആളുകളാണ്. ശ്രദ്ധിക്കണം, സ്കാൻഡിയമാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ആൾ. നോക്കാം അല്ലേ. സ്കാൻഡിയത്തിന് 21 ഇലക്ട്രോൺസ് ഉണ്ട്, 21. സോ എങ്ങനെ വരും? 1s2 2s2 2p6 3s2 3p6 നോക്കടാ 4s2 ടോട്ടൽ ഇപ്പോൾ എത്ര ഇലക്ട്രോൺസ് ആയി നമുക്ക് കൗണ്ട് ചെയ്യാം. 2 + 2 4 ആണ്, 4 + 6 10 ആണ്, 10 + 2 12 ആയി, 12 + 6 18 ആയി, 18 + 2 20 ആയി. ഒറ്റ ഇലക്ട്രോൺസ് കൂടെ ഉള്ളൂ അല്ലേ. ഒറ്റ ഇലക്ട്രോൺ കൂടെ ഉള്ളൂ. അതെങ്ങോട്ടാ പോവാം? 4s കഴിഞ്ഞാൽ നേരെ 3dയിലേക്ക് പോകും. 3d1. സോ ഈ കോൺഫിഗറേഷൻ മക്കൾക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയും എഴുതാം. അതായത് 1s2 2s2 2p6 3s2 3p6 വരെ സെയിം ആണ്. പക്ഷേ 3d ആദ്യം വേണമെങ്കിൽ എഴുതാം. 3d1 കഴിഞ്ഞ് 4s2 എഴുതുന്നതിനും കുഴപ്പമില്ല. മനസ്സിലായോ? അതായത് 1s2 2s2 2p6 3s2 3p6 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ആരെന്ന് എഴുതാം? 3d എഴുതാം അല്ലേ. ഓർഡർ നമുക്കറിയാം. ഏറ്റവും ആദ്യം ഫില്ലാവുക ആരാണ്? 4s ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റിന് വേണ്ടി, അതായത് 3 3 3 അല്ലേ. കറക്റ്റ് 3s 3p 3d ഒരു ഓർഡറിൽ കിട്ടാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്യാം? 3d നമുക്കൊന്ന് ആദ്യം വേണമെങ്കിലും എഴുതി വെക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അറിയണം എന്ത്? 4sലാണ് ആദ്യം എന്ത് ചെയ്യുക? 2 ഇലക്ട്രോൺസ് ഫില്ലാവുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ? യെസ്. ഇതിലേറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാൾ മക്കളെ നമുക്കറിയാം, കോപ്പറും ക്രോമിയവും അല്ലേ. ഞാൻ ജസ്റ്റ് വേഗം അവരുടെ കോൺഫിഗറേഷൻ മാത്രം എഴുതി പോവാം. ക്രോമിയം 24 ആണെങ്കിൽ 1s2 2s2 2p6 3s2 3p6 4s1 3d5 മക്കളെ ശ്രദ്ധിക്കണേ. നമ്മളിത് അധികം ഇനി റിപ്പീറ്റ് ചെയ്ത് പറയൂല. നോക്കടാ 4s1 3d5 ആണ് ഉണ്ടാവുക. കാരണം എന്താ? ഹാഫ് ഫിൽഡായ ഡി സബ്ഷെല്ല് കണ്ടങ്ങൾ, അതുകൊണ്ട് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇവർ 4sൽ നിന്നും ഒരു ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് സ്വീകരിക്കും. അങ്ങനെ 4s1 3d5 ആണ് ആർക്കുണ്ടാവുക? ക്രോമിയത്തിനുണ്ടാവും അല്ലേ. ഇനി നമുക്കറിയാം കോപ്പർ ആണെങ്കിലോ 1s2 2s2
2p6 3s2 3p6. മക്കളെ സെയിം സാധനം 4sൽ നിന്നും ഒരു ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും 3dയിലേക്ക് പോകും. അങ്ങനെ 3d9 ഉള്ളത് 3d10 ആയിട്ടുണ്ടാവും, 4s2 ഉള്ളത് 4s1 ആയിട്ടുണ്ടാവും അല്ലേ. സോ 4s1 3d10 ഇതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരിക്കലും മറക്കരുത്. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ചോദിക്കും മക്കളെ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഇനി നമുക്കറിയാം ഇതിൻ്റെ കാരണം എന്താണ് ഇവിടെ കേട്ടോ. കാരണം എന്തുകൊണ്ട് ഇങ്ങനെയാണെന്നുള്ളതിൻ്റെ കാരണം നമ്മൾ ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. റീസൺ ഇതാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ. ഇനി അയോൺസ് വരുമ്പോൾ നോക്കാം നമുക്ക്. Na+ വരുമ്പോൾ സാറേ എങ്ങനെ കോൺഫിഗറേഷൻ ഉണ്ടാവുക? നമുക്കറിയാം Na എന്ന് പറഞ്ഞാൽ 11 ഇലക്ട്രോൺസ് ഉള്ള ആറ്റാണ് അല്ലേ. സോ Na+ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ് എക്സ്ട്രാ അയാൾക്കുണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ മിസ്സായ ആളാണ് ആര്, Na+ അല്ലേ. Naയിൽ നിന്നും ഒരു ഇലക്ട്രോൺ മിസ്സായ ആളാണ് Na+ ഉണ്ടാവുക. സോ 11 ഉണ്ടാവില്ല. 11 1 മൈനസ് ചെയ്താൽ 10 ഇലക്ട്രോൺസ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, Na+ൻ്റെ കയ്യിൽ ഉണ്ടാവുള്ളൂ. സോ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? 1s2 2s2 2p6 മതി മക്കളെ. 3s1 വേണോ? 3s1 വേണോ? വേണ്ട. കാരണം ഈ 3s1 പോയി അല്ലേ. അതെങ്ങനെ മനസ്സിലായി? നോക്കടാ, ഒരു ഇലക്ട്രോൺ കുറവാണ്, ഒരു മൈനസ് ചാർജ് കുറവായതുകൊണ്ട് Na+ പോസിറ്റീവ് അയോണായിട്ട് മാറി. സോ ഒരു ഇലക്ട്രോൺ കൊടുത്തു, ഡൊണേറ്റ് ചെയ്തു, ഒരു നല്ല കാര്യം ചെയ്തു, പോസിറ്റീവായ കാര്യം ചെയ്ത ആളാണ് ആര്, Na+. സോ 11 ഇലക്ട്രോൺ ഉണ്ടായിരുന്ന സോഡിയം ഒരു നല്ല കാര്യം ചെയ്തു, പോസിറ്റീവായ കാര്യം ഒരു തവണ ചെയ്തപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ആൾക്ക് കിട്ടി. ഒരു ഇലക്ട്രോൺ ആൾ കൊടുത്തില്ലേ. സോ 11 ഉണ്ടായിരുന്ന ആൾ എന്തായി, 10 ഇലക്ട്രോൺ മാത്രമായിട്ട് മാറി. സോ കോൺഫിഗറേഷൻ എങ്ങനെ വരും? ഇത് എത്ര വരുള്ളൂ 1s2 2s2 2p6 വരെ മാത്രമേ വരികയുള്ളൂ. ഇനി മക്കൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധിക്കണേ. Fe26 Fe എന്ന് പറഞ്ഞാൽ മക്കൾ നമുക്കറിയാം 26 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. ഇത് വെച്ച് മക്കൾ എന്ത് ചെയ്യണം, Fe2+ൻ്റെ കോൺഫിഗറേഷൻ എഴുതണം. ഇതാ ഓക്കെ അല്ലേ. Fe2+ൻ്റെ കോൺഫിഗറേഷൻ എഴുതണം. അതിനുള്ള ഹിൻ്റ് എന്താ, Fe എന്ന് പറഞ്ഞാൽ 26 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ. Fe2+ ആകുമ്പോൾ എന്തായിരിക്കും, 26ൽ നിന്നും 2 ഇലക്ട്രോൺ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കേണ്ടി വരും. അഥവാ 24 ആയിരിക്കും. ഓക്കെ അല്ലേ. ശ്രദ്ധിക്കണേ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. Fe2+ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ റെഫർ ചെയ്യുക, നിങ്ങളുടെ ഉത്തരം ശരിയാണോ നോക്കുക. ആൻഡ് ദെൻ കമൻറ്റ് ബിലോ. ഓക്കെ, ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, Fe2+ൻ്റെ കോൺഫിഗറേഷൻ കമൻറ്റും ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെച്ച് കാര്യങ്ങൾ ബാക്കി സംസാരിക്കാം. സോ കോൺഫിഗറേഷൻ സബ്സ് ഇലക്ട്രോൺ വിന്യാസം എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ ഒരു ഇടയിലുള്ള ഒരു 7 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതാ ഇവിടെ തരികയാണ്. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാൻ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ സോ പഠിച്ചു വെക്കുക. ഇത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ സാധനമുള്ളൂ. ഇത് പഠിക്കാതെ ഒരിക്കലും പോകരുത്. ഈ ചാപ്റ്റർ ഏറ്റവും കോറായ സാധനം ഇതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവിലൊക്കെ പങ്കെടുക്കുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം മക്കളെ. ഓൾ ദ ബെസ്റ്റ്.